ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുമ്പില്ലാത്ത വിധത്തിൽ UDF വലിയ മുന്നേറ്റം നടത്തി 95-ന് ശേഷം 7 സീറ്റ് ലഭിക്കുകയും 7 സീറ്റ് LDF ലഭിക്കുകയും സമനിലയായി വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു ചെന്നത്. അന്ന് ഈ സ്വതന്ത്ര അംഗം ഈ 50 ലക്ഷം മേടിച്ച് കൂറുമാറിയ സ്വതന്ത്ര അംഗം വോട്ട് ചെയ്തിരുന്നെങ്കിൽ സമനിലയാവുകയും 7-7 എന്നുള്ള കണക്കിലെത്തുകയും നറുക്കിലേക്ക് കടക്കുകയും ചെയ്യേണ്ട ഒരു ജനാധിപത്യ മര്യാദയെ, ജനാധിപത്യ സംവിധാനത്തെ വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് കോഴ കൊടുത്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ കണ്ണികളൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് CPMൻ്റെ 3 MLA-മാരും ഒരു MP അടക്കമുള്ള വലിയ ഒരു സംഘം ഇതിന് സൂപ്പർവിഷൻ നടത്തിയിട്ടാണ് KB നഫീസ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തുവാൻ വേണ്ടി നടത്തിയ ഉത്തരേന്ത്യൻ മോഡലുള്ള ഒരു വലിയ 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം അത് മേടിക്കുകയും വോട്ട് ചെയ്യുകയും പിറ്റേ ദിവസം വന്ന് രാജി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനയും ഈ പണം എവിടുന്നാണ് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂറുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചതിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പണം ആരാണ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത്, ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ, എങ്ങനെയാണ് ഏത് വഴിക്കാണ് ഈ പണം കൊണ്ടുവന്നെന്നുള്ള കാര്യവും ആരാണിത് കൊടുത്തു എന്നുള്ളതും തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. ഇന്ന് അദ്ദേഹം സ്ഥലത്തില്ല. ഇന്നല്ല, ഇത് കഴിഞ്ഞത് മുതൽ അദ്ദേഹം ഈ നാട്ടിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഇല്ല. CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഒരു വോയിസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒളിവിലാണോ അതോ CPMൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പണം കൊടുക്കുന്നതിന് ആരാണ് ഇതിന് ഇത്രയും 50 ലക്ഷം രൂപയും കൊടുത്ത് ഒരു ബ്ലോക്ക് പിടിക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, ഞങ്ങളൊക്കെ അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബ്ലോക്ക് പഞ്ചായത്തൊക്കെ പിടിക്കുക എത്ര വലിയ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് ഞങ്ങളങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് CPMനെ പോലുള്ള ഒരു പാർട്ടി. പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു വൈസ്രോയി ബംഗ്ലാവ് പോലെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് 2-3 മണ്ഡലങ്ങൾ, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിൽ ഇവരുടെ പാർട്ടി സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ കേന്ദ്രം വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത്, ഇത്രയും പണം കൊടുത്ത് ഇത് വാങ്ങിയാലും അതിനകത്ത് അത് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നഫീസാനെ ഏൽപ്പിക്കണം എന്നുള്ള ഈ കരുവന്നൂർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട MP-യും അതുപോലെ തന്നെ 3 MLA-മാരുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ED അന്വേഷിക്കുന്ന ആളുകളാണ്. ED അന്വേഷിക്കുന്ന അല്ല, സംശയമുണ്ട്. കാരണം ജാഫർ CPM കസ്റ്റഡിയിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തെ അന്ന് കൊണ്ടുപോയതാണ്. അന്ന് അദ്ദേഹം രാജിവെച്ച് അങ്ങ് മാഞ്ഞു പോകുന്ന പോലെയാണ് പോയതാണ്. പിന്നെ അദ്ദേഹത്തിന് വീട്ടിലില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലില്ല.